ബലൂചിസ്ഥാന്റെ ക്യാപിറ്റലാണ് ഈ ക്വറ്റ എന്ന് പറയുന്നത്. ക്വറ്റയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BLA അവിടെ അക്രമം നടത്തുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അവിടെ ബോംബ് ബ്ലാസ്റ്റിംഗ് അടക്കമുള്ള ആക്രമണങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷം ക്വറ്റയിലുണ്ട്. ആ സമയത്താണ് ക്വറ്റയിൽ അസീം മുനീർ, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ, നമുക്കൊക്കെ അറിയാം അസീം മുനീറിനെ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ഭീകരർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത വ്യക്തി കൂടിയാണ് അസീം മുനീർ. അസീം മുനീർ അവിടെ ഒരു കോളേജിൽ ചെന്ന് സംസാരിക്കവേ ഇന്ത്യക്കെതിരായി വീണ്ടും പല പല പരാമർശങ്ങൾ നടത്തുകയാണ്. പ്രശാന്ത് സർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒറ്റയിൽ പോലും പാകിസ്ഥാനിൽ ഏറെ ആഭ്യന്തര കലാപം നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ടും അവരുടെ ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ചല്ല മുനീർ സംസാരിക്കുന്നത്, പകരം കശ്മീർ വിഷയമാണ്, ഇന്ത്യക്കെതിരെയാണ്. വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള പ്രകോപനമല്ലേ അസീം മുനീർ നടത്തുന്നത്? ഏതവസരത്തിലും ഈ പറഞ്ഞതുപോലെ വീണ്ടും യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരാളായിട്ടാണ് അസീം മുനീറിന്റെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അസീം മുനീർ തന്നെയാണ് പഹൽഗാം എന്ന വിഷയം പറയുന്ന വിഷയം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയം ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇനി ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് ഒരു ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയ്ക്കകത്ത് ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഹിന്ദുക്കളാണെന്നും നമ്മൾ മുസ്ലിങ്ങളാണെന്നും നമ്മൾക്ക് അവർക്ക് വ്യത്യാസമുണ്ടെന്നും നമ്മൾക്ക് അവർക്ക് ഒരേ കാലത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും ഒക്കെ വളരെ വർഗീയപരമായിട്ട് രണ്ട് രാജ്യങ്ങളെയും അതുപോലെ കാശ്മീരിനെയും ഒക്കെ അന്ന് പറഞ്ഞു. അതേ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ ചോദ്യങ്ങൾ ഉയർത്തി കാണിച്ച് ഇന്ത്യയിൽ കയറി ഇന്ത്യയുടെ ആൾക്കാരെ മതത്തിന്റെ പേര് പറഞ്ഞു വെട്ടിക്കൊല്ലുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിനകത്ത് അയാൾ ISIയുടെ തലവനായിരുന്നിട്ട് ഇതിനകത്ത് വന്നതാണ്. അയാളാണ് ഈ ഭീകരവാദത്തിന്റെ മൊത്തം വക്താവ്. അത്തരത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതും നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതുമാണ്. വീണ്ടും അദ്ദേഹം ഇത്തരത്തിൽ പ്രകോപനപരമായിട്ട് ആൾക്കാരെ ഒന്നിപ്പിക്കുന്നതിന് ഏതൊരവസരമുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കമാൻഡന്റ് ഓഫ് സ്കൂൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സൈനിക സ്കൂളിൽ നടന്ന ഒരു വിഷയത്തിനകത്ത് സംസാരിച്ചപ്പോഴും അവിടുത്തെ പ്രാദേശിക വിഷയം, ബലൂചിസ്ഥാനിലെ വിഷയം, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ അവർ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം, ഇന്നലെയും തന്നെ ബലൂചിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള സുരത് നഗരം പൂർണ്ണമായിട്ടും ബലൂചിസ്ഥാനിന്റെ കയ്യിലാക്കിയതിന്റെ ഭാഗമായിട്ട് വലിയ വലിപ്പത്തിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി സുരക്ഷയോടുകൂടി അവിടെ ചെന്ന് സംസാരിച്ചതും ഈ പറയുന്ന ഇന്ത്യക്കെതിരെയും കാശ്മീരിനെതിരെയും ആണ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പം അവരുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയം, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ അവരുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരവസ്ഥ, ക്വറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടും ബലൂചിസ്ഥാൻ ആർമിയുടെ കയ്യിലിരിക്കുന്ന അവസ്ഥ, അവിടെ ചെന്ന് വലിയ വലിപ്പത്തിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടാക്കി അവിടെ പറയുമ്പോൾ ആ രാജ്യത്തിനകത്തെ അവരുടെ പ്രവിശ്യ അവരുടെ കയ്യിൽ നിന്ന് പോയാലും വീണ്ടും ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന കാശ്മീരിനെ പറ്റിയും ഇന്ത്യക്കകത്ത് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാത്തത് ശരിയല്ലെന്നുള്ളതിനെ പറ്റിയും നമ്മളുടെ ചെയ്തികൾ എല്ലാം തെറ്റാണെന്നുള്ള രീതിയിലേക്കും വീണ്ടും ഒരു ധ്രുവീകരണം ഉണ്ടാക്കുകയും വേണമെങ്കിൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറാണ്, അങ്ങനെ തയ്യാറായി തന്നെ ഇരിക്കുന്ന ഒരു രാജ്യവും വീണ്ടും അതിനാരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഭീകരന്മാരെ അത്തരത്തിൽ വീണ്ടും ഇന്ത്യയിൽ കയറി വീണ്ടും പകൽഗാമുകൾ ആവർത്തിച്ചോളാൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ക്വറ്റയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ പകൽഗാമിന് ശേഷം തീരുമാനങ്ങൾ എടുത്തു. ഈ പറയുന്ന തീരുമാനങ്ങൾക്കകത്ത് ആദ്യം എടുത്ത തീരുമാനങ്ങൾ ഈ പറയുന്ന നയതന്ത്ര തീരുമാനമാണ്. നയതന്ത്ര തീരുമാനത്തിനകത്ത് വരുന്നത് ഏറ്റവും വലിയ ഒരു സിന്ധു നദീജല കരാറാണ്. സിന്ധു നദീജല കരാർ പലവട്ടം നമ്മൾക്കറിയാം, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. യുദ്ധം ഉള്ളപ്പോഴൊക്കെ ഈ നദീജല കരാർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഒരിക്കലും പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തീരുമാനം ഇന്ത്യ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. അപ്പൊ ആ തീരുമാനം എടുത്തു, നമ്മൾ തിരിച്ചടിച്ചു, പാകിസ്ഥാൻ തകർന്നു പോയി. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം നമ്മൾ യുദ്ധം നിർത്തിയതിനു ശേഷവും പാകിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ, പാകിസ്ഥാനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, സാധാരണക്കാരൻ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ നിൽക്കാതിരിക്കണമെങ്കിൽ, അവിടുത്തെ കൃഷി നശിക്കാതിരിക്കണമെങ്കിൽ, ഏതെങ്കിലും ചെറിയ വരുമാനവും അല്ലെങ്കിൽ ഇനിയുള്ള GDPയുമായിട്ടുള്ള കൃഷിയുടെ നിലനിർത്തണമെങ്കിൽ ഒക്കെ വെള്ളം വേണം. അപ്പം ജലയുദ്ധം നമ്മൾ മാറ്റിയിട്ടില്ല. ആ തീരുമാനത്തിനകത്തും കച്ചവടത്തിനകത്തും അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള സൗഹൃദമായിട്ടുള്ള സംഭാഷണത്തിനകത്തും
ചർച്ചയ്ക്കകത്തുമൊന്നും ഒരു തീരുമാനവും എടുക്കാതെ അന്നെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിനെ ചോദ്യം ചെയ്ത് ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ലെന്നുള്ള രീതിയിലേക്ക് വീണ്ടും അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഇന്ത്യക്കെതിരെ തിരിക്കുകയും ചെയ്യുന്ന ഒരു അസീം മുനീറിനെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒരു സംസാരം അയാൾ അവിടെ നടത്തിയതിനു ശേഷമാണ് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംസാരവും ഈ ഒരു തയ്യാറെടുപ്പുകളും ഒക്കെ അസീം മുനീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതായത് ആവതില്ലാത്തത് കൊണ്ടാണ്, എന്തെങ്കിലും ഒരാവതുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചടിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന ഒരു അസീം മുനീറിനെയും ഒരു പാകിസ്ഥാനെയും ഒക്കെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് വരുന്ന രീതിയാണല്ലോ ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ ടെററിസ്റ്റെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾക്ക് ഭീകരവാദികളായിട്ട് ബന്ധമില്ല. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചപ്പോൾ, പാകിസ്ഥാൻ അകത്ത് കയറി ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടിക്കുമ്പോൾ ആരും പറയാതെ തിരിച്ച് ഭീകരരുടെ സ്വഭാവം അനുസരിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കേണ്ട അവസ്ഥയുള്ളപ്പോഴും അല്ലെങ്കിൽ ഏതിടത്തും അവരുടെ രീതി അനുസരിച്ച് അവർ ആക്രമിക്കുന്ന സ്വഭാവക്കാരാകുമ്പോഴും എന്തുകൊണ്ട് അവരുടെ മൊഡ്യൂളുകൾ, അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഒക്കെ ഇന്ത്യക്കകത്തുള്ളപ്പോൾ വീണ്ടും തിരിച്ചടിക്ക് ശേഷം ഒരു പ്രകോപനവും ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാത്തത്? അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു ഇപ്പൊ പ്രകോപനം ഉണ്ടാക്കരുത്, വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയാൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് നമ്മളെയാണ്, അതായത് നമ്മുടെ രാജ്യത്തെയാണ്, നമ്മൾ ഒന്നിച്ചാണ്. അപ്പം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ്, അസീം മുനീറാണ്. അപ്പോൾ വീണ്ടും ഒരു അവസരം വന്നാൽ അവർ തിരിച്ചടിക്കും, ഇവിടത്തേക്ക് ഭീകരന്മാരെ കയറ്റിവിടും, ഇന്ത്യയിലേക്ക് യുദ്ധം ചെയ്യാൻ കരുത്തുണ്ടെങ്കിൽ യുദ്ധം ചെയ്യും, അണുവായുധം പ്രയോഗിക്കാൻ കരുത്തുണ്ടെങ്കിൽ അണുവായുധം പ്രയോഗിക്കും. അതായത് വീണ്ടും രണ്ടാമത് ഒരു യുദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉരുത്തിരിച്ച് അതിനുള്ള സാഹചര്യം അവർക്കുണ്ടാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പാകിസ്ഥാനെ, ഒരു അസീം മുനീറിനെയും ഒക്കെയാണ് ഈ പ്രസ്താവനയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് വീണ്ടും ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്ന തയ്യാറെടുപ്പ് നടത്തുന്ന പാകിസ്ഥാനെ തന്നെയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അസീം മുനീർ വീണ്ടും ഇന്ത്യക്കെതിരായ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാന്റെ ക്യാപിറ്റലാണ് ക്വറ്റ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ BLA നടത്തുന്നതിനിടെയാണ് ഈ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഒരു സന്ദർശനം എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും അവിടെ ചെന്നിട്ടും അസീം മുനീർ പറയുന്നത് BLAക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാന്റെ ഒരു ആഭ്യന്തര വിഷയങ്ങളെയോ അല്ലെങ്കിൽ ആഭ്യന്തര തർക്കങ്ങളെ കുറിച്ചുമല്ല, ഇന്ത്യക്കെതിരെ എങ്ങനെ പ്രകോപനപരമായ രീതിയിൽ ഒരു പരാമർശം നടത്താം എന്നതിനാണ് അസീം മുനീർ പല വേദികളും ഉപയോഗിക്കുന്നത്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ അസീം മുനീർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രമായ അസീം മുനീർ നിരന്തരം നടത്തുന്ന ഈ പ്രകോപനപരമായ ഇത്തരം നീക്കങ്ങൾ മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കൂടി ഇന്ത്യയെ കൂടി കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.